ഹായ് ഫ്രണ്ട്സ്, NSN സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ട്രിപ്പിൾ ബോണ്ടിന്റെ നെയിമിങ് പറഞ്ഞു നിർത്തിയിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് അതിന് ആൻസർ എഴുതാനായിട്ട്. ആ ചാർട്ട് ഞാൻ ഇവിടെ നിന്ന് എഴുതിയിട്ട് അതിന് ആൻസറും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം. CS3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2 ഇതിന്റെ IUPAC നെയിം എഴുതാനാണ് അവർ പറയുന്നത്. അതിന് ആദ്യം നമ്പർ ചെയ്യുക. ഡബിൾ ബോണ്ട് വരുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ വരുന്ന, അതായത് ഏറ്റവും ചെറിയ നമ്പർ വരത്തക്ക രീതിയിൽ നമ്പറിങ് നടത്തുക. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്തു. ഇനിയും ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ 3 ആണ്, അതുകൊണ്ട് പ്രൊപ്പെന്ന് എഴുതി ഹൈഫൻ ഇട്ടു. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 1 ഇട്ടു. പിന്നെ എന്തുകൂടെ ചേർത്തു? ENE കൂടെ ചേർത്തു. അപ്പോൾ ആൻസർ പ്രൊപ്പ് 1E എന്നാണ് അതിന്റെ ആൻസർ. അടുത്ത കോമ്പൗണ്ട് നിങ്ങൾക്ക് പേര് തന്നിട്ട് IUPAC നെയിം തന്നിട്ട് അതിന്റെ സ്ട്രക്ചർ എഴുതാനാണ്. Hex2ene എന്നാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഹെക്സ് 6 കാർബൺ ഉള്ള ഒരു ചെയിൻ സിംഗിൾ ബോണ്ട് ഇട്ടങ്ങോട്ട് നേരിട്ടങ്ങോട്ട് എഴുതുക. 6 കാർബൺ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൂടി നമ്പർ ചെയ്യാം. ലെഫ്റ്റ് ടു, ഞാനിപ്പോ ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് 6 കാർബണും കൊടുത്തത്. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? സെക്കൻഡ് കാർബണിൽ, അതായത് രണ്ടാമത്തെ കാർബണിന്റെ മൂന്നാമത്തെ കാർബണിന്റെ ഇടയിലായിട്ട് ഡബിൾ ബോണ്ട് കൊടുക്കുക, ദിബന്ധനം കൊടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഒരു കാർബണിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 4 വാലൻസി ആകത്തക്കവണ്ണം ഹൈഡ്രജനെ കൊടുത്തു പോകുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്ട്രക്ചർ എഴുതാൻ പറ്റും. CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3 എന്ന് വരും. അപ്പൊ ഈ ഹൈഡ്രജനെ കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാനത് ഒന്നുകൂടി പറയുന്നില്ല. ഇനി അടുത്തത് സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ IUPAC നെയിം എഴുതാനാണ് അടുത്തത്. അപ്പൊ ഇവിടെ സ്ട്രക്ചർ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ ഒക്കെ നോക്കി വെക്കുക, എന്നിട്ട് നമ്പർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോഴായിരിക്കും സെക്കൻഡ് കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിലോ 1 2 3 തേർഡ് കാർബണിലായിരിക്കും എന്ത് വരിക? ട്രിപ്പിൾ ബോണ്ട് വരിക, അതായത് ത്രിബന്ധനം വരിക. അപ്പൊ നമ്മൾ സൗകര്യപ്രദമായ റൂൾ അനുസരിച്ച് ഇടത്തു നിന്നും വലത്തേക്ക്, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് നമ്മൾ നമ്പർ ചെയ്യുന്നു. സെക്കൻഡ് കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നു. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ 5 വരുന്നുണ്ട്. അപ്പോൾ പെന്റ് ആണ് അതിന്റെ വേർഡ് റൂട്ട്, പദമൂലം. നമ്മൾ എന്ത് ചെയ്യുന്നു? പെന്റ് എന്ന് ആദ്യം എഴുതി, വീണ്ടും ഹൈഫൻ ഇട്ടു. റൂൾ അനുസരിച്ചിട്ട് ഹൈഫൻ ഇട്ടു. ഏത് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്? 2. വീണ്ടും ഹൈഫൻ ഇട്ടു, YNE ചേർത്തു. പെന്റ് 2 അയിൻ എന്നായി ഇതിന്റെ ഈ സ്ട്രക്ചറിന് IUPAC നെയിം വരുന്നത്. ഇനി അടുത്ത് പറഞ്ഞ അവര് IUPAC നെയിം തരുന്നു നമ്മൾ സ്ട്രക്ചർ എഴുതാനായിട്ട്. Hept3 അയിൻ. ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 7 ആണ്. അപ്പോൾ നേരെ നിങ്ങൾ 7 കാർബൺ നിരത്തി അങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ഇതിലെ നെയിമിങ്ങിലേക്ക് നോക്കുക. 3 അയിൻ എന്നാ പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? തേർഡ് കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇടത്തു നിന്ന് വലത്തോട്ടോ വലത്തു നിന്ന് ഇടത്തോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്പർ ചെയ്തിട്ട് തേർഡ് കാർബണിലേക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുക. കണ്ടോ? മൂന്നാമത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനം കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ളിടത്ത് നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഞാനിവിടെ 7 കാർബൺ കൊടുത്തു, ട്രിപ്പിൾ ബോണ്ട് തേർഡ് കാർബണിലൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളിടത്തെല്ലാം ഹൈഡ്രജനെ ആഡ് ചെയ്തു. അപ്പൊ ഈ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് കൊണ്ട് ഈ മൂന്നാമത്തെയും നാലാമത്തെയും കാർബണിലേക്ക് ഹൈഡ്രജൻ എഴുതേണ്ട ആവശ്യമില്ല. 3ഉം 4ഉം കാർബണിന് വാലൻസി എത്ര വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റും കൂടെ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയുമാണ് നമ്മളുടെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിമിങ് പറയുന്നത്. അടുത്തത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനിയും ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും ഈ ഒരു വേർഡ്. അപ്പൊ an atom or group of atom which determine the physical and chemical properties of organic compound. ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ രാസികവും ഭൗതികവുമായിട്ടുള്ള ഗുണങ്ങള് നമുക്ക് പറഞ്ഞു തരുന്ന ആറ്റങ്ങളോ ആറ്റം ഗ്രൂപ്പുകളെയോ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പൊ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ, അതായത് 6 എണ്ണം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബട്ട് പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് 6 എണ്ണം ഉണ്ട്. കഴിഞ്ഞ വർഷത്തിലാണെങ്കിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയും. ഇവിടെ നോക്കി, ഒരു ഹൈഫൻ ഇട്ടിട്ട് അതൊരു വാലൻസി ആണെന്ന് ഓർക്കുക. OH മാത്രം വരുന്ന ഒരു ആറ്റം ഗ്രൂപ്പാണ് അല്ലെ. ഒരാൾ മാത്രമുള്ളതല്ല, 2 ആറ്റങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഫങ്ഷൻ ഗ്രൂപ്പിന്റെ ഡെഫിനിഷനിൽ അതിന്റെ ആറ്റം മോർ ഗ്രൂപ്പ് ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഇവിടെ ഒരു താഴോട്ട് വരുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഉണ്ട്, ആറ്റം മാത്രമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH. രണ്ടാമത്തത് കാർബോക്സിൽ ഗ്രൂപ്പ് COOH. അടുത്തത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയും, CHO. അടുത്തത് കീറ്റോ ഗ്രൂപ്പ് CO. അടുത്തത് ഹാലോ ഗ്രൂപ്പ്, ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് വാലൻസിയോടുകൂടി ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇത്രയും പേര് ഹാലജിൻസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫങ്ഷണൽ ഗ്രൂപ്പിനെ വിളിക്കുന്നത് ഹാലോ ഗ്രൂപ്പ് എന്നാണ്. ലാസ്റ്റ് വൺ ആൽക്കോക്സി ഗ്രൂപ്പ്, OR. നിങ്ങൾക്ക് ഈ 6 എണ്ണമാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ പ്രാവശ്യം പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ട്രക്ചർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നോക്കുക, ഇത് എന്താണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇത് എങ്ങനെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് വരുന്നത് എന്നൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. CH3 CH2 CH3 ഇതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ വേഗം നെയിം ചെയ്യും. എന്താണ്? പ്രൊപ്പേൻ ആണ്.
3 കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ്, പ്രൊപ്പെയിൻ ആണ്, സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് ANE ഒക്കെ ഇട്ടു എന്നൊക്കെ അറിയാം. അപ്പൊ ഇതൊരു കാർബൺ ചെയിൻ, 3 കാർബൺ ഉള്ള ഒരു ചെയിൻ ആണ് പ്രൊപ്പെയിൻ. ഇതിലേക്ക് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണ്. അപ്പൊ ഇത് നോർമൽ ആയിട്ടുള്ള പ്രൊപ്പെയിൻ ആണ്. പക്ഷെ ഈ രണ്ടാമത്തെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ, ഈ പ്രൊപ്പെയിൻ തന്നെ ഞാൻ ഇവിടെ എഴുതിയതിനു ശേഷം അവിടെ നിന്ന് നടുക്കത്തെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി പകരം ആ സ്ഥാനത്തെ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ ചേർത്തു. അങ്ങനെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രൊപ്പെയിൻ എന്ന് പറയുന്ന ആളെ ആയിരിക്കില്ല നമുക്ക് ഈ കിട്ടുന്ന ആള്. ഇതൊരു ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ ഇതൊരു ആൽക്കഹോൾ ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുക. അപ്പോൾ ഈ OH ഗ്രൂപ്പ് വരുമ്പോൾ നമുക്കതിന് IUPAC നെയിം ഒക്കെ കൊടുക്കുന്ന രീതി നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ എഴുതി വെച്ചേക്കുന്നതിന്റെ പേര് പ്രൊപ്പനോൾ എന്നാണ്. ഒരു ആൽക്കഹോൾ ആണിത്. ഇതൊരു ഹൈഡ്രോ കാർബണും ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ഓർഗാനിക് സ്ട്രക്ചറിൽ അതല്ലെങ്കിൽ ഒരു കാർബൺ ചെയിനിൽ ഒരു ഹൈഡ്രജനെ മാറ്റി പകരം ഇതിലേതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ചേരും. ആ ചേർന്ന് നിൽക്കുമ്പോൾ അതിന്റെ ഫിസിക്കൽ, അതായത് ഭൗതികവും രാസികവുമായിട്ടുള്ള ഗുണങ്ങളൊക്കെ മാറുകയും ചെയ്യും. ഇപ്പൊ ഈ OHന്റെ സ്ഥാനത്ത് ഈ COH ആ വരുന്നതെങ്കിൽ ഇതൊരു ആസിഡ് ആയിട്ടാണ് മാറുക. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയതാണ്. ഇനി നോക്കി, വേറെ ഒരെണ്ണം ഞാൻ എഴുതി CH4. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹൈഡ്രോ കാർബൺസിൽ ആദ്യത്തെ ആള് മീഥെയ്ൻ, CH4. ഇവിടെ നിന്ന് ഞാൻ ഒരു ഹൈഡ്രജനെ അങ്ങ് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് രണ്ടാമത്തെ നമ്മുടെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ കൊണ്ട് എഴുതി. കണ്ടോ, CH3COOH. മീഥേൻ എന്നുള്ള ആള് മാറി, അപ്പോഴത്തേക്ക് അതൊരു ആസിഡായി മാറി. എന്താണ് CH3COH എന്ന് പറഞ്ഞാൽ എഥനോയിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഈ നെയിം ഒക്കെ എഴുതുന്നത് എന്നുള്ളത് തൊട്ട് പുറകെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എഥനോയിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റിക് ആസിഡ് ആണ്. വിനാഗിരി എന്ന് പറയും, നിങ്ങൾ അച്ചാറൊക്കെ ഇടുമ്പോൾ അതിലൊഴിക്കുന്ന എന്താണ് ആ ലിക്വിഡ് പോലത്തെ സൊല്യൂഷൻ ആണ് എന്ത്, എഥനോയിക് ആസിഡ് എന്ന് പറയുന്നത്. CH3COH. കണ്ടോ, ഒരു ഹൈഡ്രജൻ മാറി ഈ രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടേക്ക് വന്നപ്പോഴത്തേക്കും എന്തായി, നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ആയിട്ട് അത് മാറി. ഇങ്ങനെ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇതിന് ഈ ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മുടെ ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിന്റെയും എന്താണ് ഗുണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 6 ഫങ്ഷണൽ ഗ്രൂപ്പും കൃത്യമായിട്ട് അതിന്റെ ഫോർമുല കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഹാലോ ഗ്രൂപ്പ് വരുമ്പോഴേ ഉള്ളൂ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അത് ഹാലജിൻ ആണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇത് ഓരോന്ന് വരുമ്പോഴും ഞാൻ മനസ്സിലാക്കി തരാതെ എന്താണ്, ഇതിനിപ്പോ കാർബോക്സിൽ ഗ്രൂപ്പിനൊക്കെ സ്ട്രക്ചർ ഒക്കെ ചോദിക്കാറുണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടേ ഉള്ളൂ, അതൊക്കെ തൊട്ടു പുറകെ പറയാം. അപ്പോൾ ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് നോക്കാം, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്. ഇത് നമുക്ക് IUPAC നെയിം ചെയ്യുന്നതിനുള്ള ജനറൽ ഫോർമുലയാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും ഉള്ള ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണ്, കാരണം ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ആൽക്കെയിൻ മൈനസ് E പ്ലസ് സോൾ. ആൽക്കെയിൻ, ഏത് ആൽക്കെയിൻ, മീഥേൻ ആണോ, ഈഥേൻ ആണോ, പ്രൊപ്പെയിൻ ആണോ, ബ്യൂട്ടേൻ ആണോ, ഏതാണെങ്കിലും അതിൽ E മാറ്റിയിട്ട് E ക്യാൻസൽ ചെയ്യുക എന്നാണ് ഇതിന്റെ അർത്ഥം. ആൽക്കെയിൻ മൈനസ് E എന്ന് പറയുമ്പോൾ ആൽക്കെയിനിന്റെ E മൈനസ് ചെയ്ത് കളയുക, പ്ലസ് ഓൾ, എന്നിട്ട് ആ സ്ഥാനത്ത് എന്ത് ചേർക്കുക, ഓൾ എന്ന് ചേർക്കുക. അപ്പോൾ എന്ത് വരും, ആൽക്കാൻ വര കഴിഞ്ഞിട്ട് പിന്നെ ഓളൂടെ ചേർക്കുമ്പോൾ ആൽക്കനോൾ എന്ന് വരും. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. അപ്പൊ മീഥേൻ എടുത്തു. മീഥേനിൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രജനെ മാറ്റി അവിടേക്ക് ഒരു OH നെ ചേർത്തു. അപ്പോൾ ഇതിന് നമുക്ക് IUPAC നെയിം എങ്ങനെ വരും, മീഥേൻ എന്നുള്ളതിന്റെ E മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഞാൻ ഓൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ IUPAC നെയിം എന്താ, മെഥനോൾ. ഒരു കാർബൺ ഉള്ള ആൽക്കഹോൾ, OH വരുമ്പോൾ ആൽക്കഹോളാ വരുന്നത്, ആൽക്കഹോളിന് ഓൾ എന്ന് ചേർക്കണം, IUPAC നെയിമിനുള്ളിൽ ഓൾ എന്ന് ചേർക്കണം, ആൽക്കനോൾ. അപ്പൊ മെഥനോൾ എന്നാണ് അതിന്റെ നെയിം വരുന്നത്. അടുത്ത് നോക്കിയേ, ഇത് ഈഥേൻ ആണ്. ഈഥേനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, CH3CH2OH എന്നായി. അപ്പോൾ ഈഥേനിന്റെ E മാറ്റിയിട്ട് അവിടെ എന്ത് ചേർത്തു, ഓൾ എന്ന് ചേർത്തു. അപ്പൊ അതിന്റെ പേരെന്തായി, എഥനോൾ. എന്നാൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കോമ്പൗണ്ട് ആണ്. പക്ഷെ വലിയ കോമ്പൗണ്ട് വരുമ്പോൾ OHന്റെ പൊസിഷൻ ഒക്കെ മാറി വരും. അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ എങ്ങനെയാണ് IUPAC നെയിം ചെയ്യുന്നതും കൂടെ നോക്കാം. ഇത് 2 സിമ്പിൾ ആണ്, പക്ഷെ ബാക്കിയുള്ളതെല്ലാമാണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ 2 കോമ്പൗണ്ട്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, CH3CH2CH2OH. രണ്ടാമത്തത് CH3CH താഴേക്ക് OH, റൈറ്റിലേക്ക് CH3. അപ്പൊ ഈ 2 കോമ്പൗണ്ട് നിങ്ങളൊന്ന് നോക്കുക, അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം OH നിൽക്കുന്ന കാർബൺ ആറ്റത്തിന് വ്യത്യാസമുണ്ട് അല്ലെ. ഇനി മോളിക്കുലർ ഫോർമുല എന്താണെന്ന് നോക്കി, തന്മാത്രാ സൂത്രം എന്താണ്, ആകെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3, 2 എണ്ണത്തിലും 3 കാർബൺ വീതം ഉണ്ട്. ഇനി ഹൈഡ്രജൻ 3 2 5 2 7 1 8 അല്ലെ, 3 3 6 2 8. ഇനി 2ലും ഓക്സിജൻ ഓരോന്ന്. അപ്പൊ C3H8O എന്നുള്ളതാണ് മോളിക്കുലർ ഫോർമുല, എന്ന് പറഞ്ഞാൽ തന്മാത്രാ സൂത്രം. അപ്പൊ ഈ 2 കോമ്പൗണ്ട് വന്നിട്ട് നിങ്ങളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദീസ് 2 കോമ്പൗണ്ട്സ് എന്നാണ്. ഇതിനകത്തില് ഈ 2 കോമ്പൗണ്ടിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ്, 2 സംയുക്തത്തിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് ആൻസർ എഴുതേണ്ടത്. അല്ലെങ്കിൽ OH ഗ്രൂപ്പ് എന്ന് എഴുതിയാലും മതിയാവും. അടുത്തത് റൈറ്റ് മോളിക്കുലർ ഫോർമുല ഓഫ്
ദീസ് ടു കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും തന്മാത്രാ സൂത്രം എഴുതാൻ. അപ്പൊ എന്തെഴുതും? C3H8O. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? ഈ രണ്ടു പേര് തമ്മിലുള്ള ഘടനയിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അതിന്റെ ഘടനയിലുള്ള വ്യത്യാസം. പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൺ കാർബൺ ചെയിൻ അല്ലെ. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിലുള്ള വ്യത്യാസം ഇവിടെ ആദ്യത്തെ കാർബണിലാണ്, എന്നാൽ ഈ കോമ്പൗണ്ടിലെ നടുക്കത്തെ കാർബണിലാണ് OH വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് കോമ്പൗണ്ടിന് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതിന്റെ ആൻസർ ഉള്ളത്. ഇനി നമുക്ക് ഇതിലെ ഈ രണ്ടെണ്ണത്തിനെയും ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിനെ IUPAC നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മുകളിൽ ചെയ്ത പോലെയുള്ള ഇക്വേഷൻ വഴിയല്ല, ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. അതിന്റെ ജനറൽ ഫോർമുല ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൽക്കൈൻ -C മുമ്പലത്തെ പോലെ തന്നെ ഈ ക്യാൻസൽ ചെയ്യുക, പ്ലസ് ഹൈഫൻ ഇടുക, എന്നിട്ട് പൊസിഷൻ നമ്പർ ഓഫ് OH ഗ്രൂപ്പ്. ഈ OH ഗ്രൂപ്പിന്റെ പൊസിഷൻ നമ്പർ എഴുതണം. എന്ന് പറയുമ്പോൾ OH ബൈൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന കാർബണിന് വരുന്ന നമ്പർ എത്ര ആണ്. അപ്പൊ അവരതിന്റെ റൂൾസിൽ പറയുന്നുണ്ട്, OH ഗ്രൂപ്പ് വരുന്ന കാർബൺ ഏതാണോ ചെയിനില് ആ കാർബണിന് ചെറിയ നമ്പർ വരത്തക്ക രീതിയിൽ വേണം നമ്പറിങ് നടത്താൻ. അപ്പോൾ വലത്തുനിന്ന് ഇടത്തേക്ക് നമ്പർ ചെയ്താൽ മാത്രമേ ഈ OH കണക്ട് ചെയ്തിരിക്കുന്ന ഈ കാർബണിന് ലീസ്റ്റ് നമ്പർ, ചെറിയ നമ്പർ വരികയുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ മൂന്നാമത്തെ കാർബണിലായിരിക്കും OH വരിക. അപ്പൊ അത് റൂളിനെതിരായിട്ടാണ് വരിക. അപ്പൊ ഇങ്ങനെ തന്നെ നമ്പർ ചെയ്തിട്ട് അതിന്റെ പൊസിഷനാണ് ഹൈഫന് ശേഷം ഇടേണ്ടത്. എന്നിട്ട് പ്ലസ് വീണ്ടും ഹൈഫൻ കൊടുക്കുക, പ്ലസ് എന്ത് ചേർക്കുക? ഓൾ. മുമ്പേ നമ്മൾ ചേർത്തതുപോലെ തന്നെ എന്ത് ചേർക്കുക? ഓൾ എന്ന് ചേർക്കുക. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ നെയിം ചെയ്തിട്ടുണ്ടോ നോക്കാം. ഞാൻ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്തിട്ടുണ്ട്. 3 കാർബൺ ഉണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം പ്രൊപ്പേൻ ആണെന്നുള്ളത്. അപ്പൊ പ്രൊപ്പേൻ -C പ്രൊപ്പാൻ, ഈ കളഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പാൻ എന്നെഴുതി, ഹൈഫൻ അതുപോലെ ഇട്ടു. ഇനി പൊസിഷൻ നമ്പർ ഓഫ് OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പിന്റെ പൊസിഷൻ ഇവിടെ എത്രയാണ്? ഫസ്റ്റ് കാർബണിലാണ്. അപ്പൊ 1 ആണ്. അതുകൊണ്ട് 1 എന്ന് എഴുതി, വീണ്ടും ഹൈഫൻ ഇട്ടു, എന്നിട്ട് എന്ത് ചേർത്തു? ഓൾ എന്ന് ചേർത്തു. അപ്പോൾ അതിന് IUPAC നെയിം ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. പ്രൊപ്പാൻ 1 ഓൾ. 1 എന്നുള്ളതിന്റെ ലെഫ്റ്റ് റൈറ്റ് ഹൈഫൻ വേണം. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് പ്രൊപ്പാൻ 1 ഓൾ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിനെ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കേ. CH3 താഴേക്കാണ് OH, റൈറ്റിലേക്ക് CH3. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്താലും രണ്ടാമത്തെ കാർബണിലാണ് OH വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് സൈഡ് കൂടെ വേണമെങ്കിലും നമ്പർ ചെയ്യാം അല്ലെ. അപ്പൊ സെക്കൻഡ് കാർബണിൽ OH വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ നെയിം ചെയ്യാം? 3 കാർബൺ ഉള്ള ആൽക്കൈൻ ഏതാണ്? മുമ്പേ പോലെ തന്നെ പ്രൊപ്പൈൻ. പ്രൊപ്പൈനിന്റെ മാറ്റിയിട്ട് അവിടെ ഹൈഫൻ ഇട്ടു. ഇനി OHന്റെ പൊസിഷൻ നമ്പർ ഇട്ടു. എത്രയാണ്? 2. വീണ്ടും ഹൈഫൻ ഇട്ടു. എന്നിട്ട് OHന് എന്ത് ചേർത്തു? ഓൾ എന്ന് ചേർത്തു. ആൽക്കഹോളിന്റെ ഓൾ എന്നുള്ളത് ചേർത്തു. അങ്ങനെയാണെങ്കിൽ IUPAC നെയിം വിൽ ബി എങ്ങനെ ആയിരിക്കും? പ്രൊപ്പാൻ 2 ഓൾ. പ്രൊപ്പാൻ 2 ഓൾ. അങ്ങനെ കൂടുതൽ എക്സാമ്പിൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം.